ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരതരത്ന. ഭാരതരത്ന വ്യത്യസ്തമായ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കാണ് നൽകുന്നത്. അവാർഡ് ഏറെ വ്യത്യസ്തമായത് 1955-ലാണ്. ആ വർഷം ഒരു വ്യക്തി അദ്ദേഹത്തിന് തന്നെ അവാർഡ് നൽകിയപ്പോഴാണ് അത് ഏറെ വ്യത്യസ്തമായത്. മറ്റാരുമല്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചതിനൊന്നും നമുക്കാർക്കും എതിരഭിപ്രായമില്ല. കാരണം മോത്തിലാൽ നെഹ്റുവിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വ്യത്യസ്ത ചുമതലകളിൽ ഇരുന്ന വ്യക്തിത്വമാണ്. ഒടുവിൽ പ്രധാനമന്ത്രി പദത്തിലെത്തി. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇന്ത്യയിൽ ആ കാലത്തുണ്ടായിരുന്ന അതിസമ്പന്ന കുടുംബത്തിലെ അംഗവുമാണ്. തികച്ചും നെഹ്റു അർഹനാണ്. ഭാരതരത്നയും നെഹ്റു എന്ന വിഷയമാണ് എക്സ്പ്ലോറർ ഖനനത്തിന് വിധേയമാക്കിയത്. എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം. യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയോടെ ഇന്ത്യയിൽ കൃഷിയെ മാറ്റി നിർത്തി വ്യാവസായികവത്കരണം നടത്തുകയും അതിലൂടെ ഒടുവിൽ 1991 നമ്മെ അന്താരാഷ്ട്ര നാണ്യനിധിക്ക് മുന്നിൽ ഭിക്ഷയ്ക്കിരുത്തുന്ന അവസ്ഥ വരെ എത്തിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. 1939 ത്രിപുരയിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ ആ സമയം വരെയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നെഹ്റുവിന് യാതൊരു മടിയുണ്ടായില്ല അദ്ദേഹത്തെ തള്ളിപ്പറയാൻ. ഇത്തരം മികച്ച മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ നെഹ്റുവിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പരമോന്നത ബഹുമതി നൽകുക? പരമോന്നതനായ നെഹ്റുവിനല്ലാതെ. പക്ഷേ ഭാരതത്തെ യോജിപ്പിച്ച സർദാർ പട്ടേലിന് 1991 ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന് 1990 അവാർഡ് ലഭിക്കുന്നത്. ഓർമ്മകളല്ല, മറവികളാണ് മഹാന്മാരെ സൃഷ്ടിക്കാറുള്ളത്, അല്ലേ? നെഹ്റു മാത്രമല്ലല്ലോ, 1971 ഇന്ദിരയ്ക്കും ഇങ്ങനെയല്ലേ കിട്ടിയത് എന്ന സംശയം തോന്നുന്നു, അല്ലേ? മറന്നിട്ടല്ല, പുറകെ വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഖനനത്തിലേക്ക് വരാം. ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ യോഗ്യതകൾ. വിശദമായി തന്നെ ഖനനം ചെയ്യേണ്ടതുണ്ട്. 1950 അമേരിക്കയിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറും നെഹ്റുവിൻ്റെ സഹോദരിയുമായ വിജയലക്ഷ്മി പണ്ഡിറ്റും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാന്റെ ഉപദേശകനുമായ ജോൺ ഫോസ്റ്റർ ഡല്ലസും തമ്മിലായിരുന്നു മീറ്റിംഗ്. മീറ്റിംഗിൽ വെച്ച് ഇന്ത്യയെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗമായി ക്ഷണിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ചൈനയെ പുറത്തുവിട്ട് ഇന്ത്യയെ ഉള്ളിലെത്തിക്കാം എന്ന് ഇന്ത്യക്ക് ഉറപ്പ് ലഭിച്ചു. എന്നാൽ നെഹ്റു ഇടപെട്ട് ക്ഷണം നിരസിക്കുകയായിരുന്നു. ചൈന നമ്മുടെ ഭായല്ലേ, അതുകൊണ്ടും മുതലാളിത്ത അമേരിക്കയുടെ ക്ഷണം നിരസിച്ചതിനെയും നമുക്ക് പിന്തുണയ്ക്കാം. 1955 നമ്മുടെ സ്വന്തം കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് ക്ഷണം നൽകി. പക്ഷേ നമ്മൾ ഇതും നിരസിച്ചു. അതെന്തിനായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ അല്ലേ. പിൽക്കാലത്ത് അതിനെ ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടായപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നെഹ്റു. സംഭവം ഇതായിരുന്നു. ഒന്ന് വിശദമായി തന്നെ നോക്കാം. 1945 ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുമ്പോൾ സ്ഥിരാംഗങ്ങൾ ഇവരായിരുന്നു: അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ചൈന. 1945 പക്ഷെ ചൈന ഭരിച്ചിരുന്നത് നാഷണലിസ്റ്റുകളായിരുന്നു. അതുകൊണ്ടാണ് ചൈനയ്ക്ക് അംഗത്വം ലഭിച്ചത്. പിന്നീട് മാവോയുടെ നേതൃത്വം ഇവരെ അട്ടിമറിച്ച് അധികാരത്തിൽ വരികയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ചൈനയെ പുറത്താക്കി ഇന്ത്യയെ കൊണ്ടുവരാൻ അമേരിക്ക ആഗ്രഹിച്ചു. ഇത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശകൻ ഇന്ത്യയോട് പങ്കുവയ്ക്കുകയായിരുന്നു. നെഹ്റു നിരസിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇത് നെഹ്റുവിനെ അറിയിച്ചു. നിരസിക്കണമല്ലോ, നമ്മുടെ ഭായല്ലേ. എന്നാൽ 1955 ഇത്തവണ വന്നത് സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രധാനമന്ത്രിയായ നിക്കാലോ ബുൾഗാനിനാണ്. ഇത്തവണ നെഹ്റുവിനെ നേരിൽ വിളിക്കുകയായിരുന്നു. ആ ക്ഷണവും നെഹ്റു നിഷേധിച്ചു. ജനാധിപത്യവാദികളെ വലിയ ചന്ദനാദി ബെസ്റ്റാ, ഓർമ്മശക്തിക്കാണ്. ഓർമ്മശക്തി കൂടും, മുടി നല്ലോണം വളരും. സോവിയറ്റ് യൂണിയൻ അല്ലേ വിളിച്ചത്, അവരെന്തായാലും ചൈനയ്ക്കെതിരെ ആളെ കൂട്ടണം എന്ന ലക്ഷ്യത്തോടെയൊന്നും ആയിരിക്കുകയില്ലല്ലോ. പക്ഷേ നെഹ്റു ഇപ്പോഴും ചൈന സുരക്ഷിതമല്ല,
അതിനുശേഷമാകാം ഇന്ത്യയുടെ പ്രവേശനം എന്ന വാദത്തിൽ തന്നെയായിരുന്നു. ചൈന സുരക്ഷിതമായി UN-ൽ ഇരിക്കട്ടെ എന്നാണ് നെഹ്റു ആഗ്രഹിച്ചത്. ഭായി ആയിപ്പോയില്ലേ, മാത്രമല്ല കെയറിങ് ആണല്ലോ പുള്ളിയുടെ മെയിൻ. പക്ഷേ ഈ ഭായിയാണ് ഇന്ത്യയെ 1962 ആക്രമിച്ച് അക്സായ് ചിൻ കൈവശമാക്കിയത്. ഇന്ത്യക്ക് ഒന്ന് പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല. അത് വിഷയമില്ല, നെഹ്റു ഭാരതരത്നയ്ക്ക് അർഹനാണ്. 1954 ചൈനയുമായി ഒപ്പുവെച്ച പഞ്ചശീല തത്വത്തിന്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു? ചൈനയോ ഇന്ത്യയോ? ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ പോലും നാം പാലിച്ച മൗനം, ഇതിന്റെ എല്ലാം പരിണിത ഫലമായിരുന്നു 1962 യുദ്ധം. നമുക്ക് നഷ്ടപ്പെട്ട അക്സായ് ചിൻ, നിയമസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അവരുടേതെന്നും നമ്മൾ നമ്മളുടേതെന്നും പറയുന്ന ഭാഗം. അന്ന് ഭാരതം UN-ൽ സ്ഥിരാംഗമായിരുന്നെങ്കിൽ ഇന്ത്യക്ക് പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ചൈനയ്ക്ക് UN-ൽ സ്ഥിരാംഗമാകാനും സാധിക്കില്ലായിരുന്നു. 2019 അനുച്ഛേദം 370 പിൻവലിക്കപ്പെട്ടു. അതിന് നാം ഇന്നത്തെ ഭരണകൂടത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ലാൽ ചോക്കിൽ പോകാം, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസുകാർക്കും മഞ്ഞിന്റെ സൗന്ദര്യം ആസ്വദിക്കാം, അതൊക്കെ ആകും, ആരും തടയില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടില്ല. പക്ഷേ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ കാശ്മീരിൽ വീണ ചോരയ്ക്ക് ആര് കണക്ക് പറയും? കാശ്മീരിലെ വികസന മുരടിപ്പിന് ആര് കണക്ക് പറയും? കാശ്മീരി ഭീകരവാദത്തിന് ആര് മറുപടി പറയും? ഇതിന്റെ ഉത്തരവാദിത്വം നെഹ്റുവിനല്ലായിരുന്നോ? ഇന്ത്യ മുഴുവനും സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നാക്കി 561 പ്രിൻസ്ലി സ്റ്റേറ്റും ഇന്ത്യയിൽ ലയിപ്പിച്ചു. കാശ്മീരിൽ ശ്രദ്ധിച്ചിരുന്നത് നെഹ്റു. സ്ഥിതിഗതികൾ താളം തെറ്റിച്ചതിനു പിന്നിലും നെഹ്റുവിന്റെ കൈകളായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ള എന്ന കാശ്മീരി മുസ്ലിം കോൺഫറൻസ് നേതാവിന്റെ ചെയ്തികൾക്കൊപ്പമായിരുന്നില്ലേ നെഹ്റു? രാംചന്ദ്ര ഗുഹയ്ക്ക് പോലും തുറന്നെഴുതേണ്ടി വന്നു, അബ്ദുള്ള നെഹ്റുവിന്റെ അനുയായി അല്ല, മറിച്ച് നെഹ്റു അബ്ദുള്ളയുടെ ആയിരുന്നു എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതായിരുന്നു അയാളുടെ ഓരോ നീക്കവും. ഷെയ്ഖ് അബ്ദുള്ള അന്നത്തെ കാശ്മീരി ഭരണകൂടത്തിനെതിരെ ക്വിറ്റ് കാശ്മീർ നീക്കവുമായി എത്തി. ഒരു ഇന്ത്യക്കാരനായ ഭരണാധികാരിക്ക് നേരെ ആയിരുന്നു ഇത് എന്ന് വിസ്മരിച്ചുകൂടാ. ഇതിന് അനുവാദം നൽകുകയായിരുന്നു നെഹ്റു. ഷെയ്ഖ് അബ്ദുള്ളക്കെതിരെ ദേശീയവാദികൾ അണിനിരന്നു, വിദ്യാർത്ഥികൾ സമരങ്ങൾ നടത്തി, അതെല്ലാം അടിച്ചമർത്തി. ഇതിനെല്ലാം നെഹ്റു നിരുപാധികം പിന്തുണ നൽകുകയായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി ക്രൂരമായി കൊല്ലപ്പെട്ടു. തടയാമായിരുന്നിട്ടും 1948 പാകിസ്ഥാന്റെ ആക്രമണത്തെ തടഞ്ഞില്ല. തിരിച്ചടിക്കണം എന്ന ആവശ്യം വന്നപ്പോഴും ഒന്നും ചെയ്തില്ല. ഇതിൻ്റെയൊക്കെ പേരിൽ ആയിരിക്കണമല്ലോ നെഹ്റുവിന് ഭാരതരത്നം നൽകുന്നത്. പ്രധാനമന്ത്രിയാണ് അവാർഡ് നൽകുന്നതിന് വേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് പ്രസിഡന്റിന് മുന്നിൽ വയ്ക്കുന്നത്. നെഹ്റു രാജേന്ദ്ര പ്രസാദിന്റെ മുന്നിൽ ലിസ്റ്റ് വച്ചു. അതിൽ നെഹ്റുവും ഉൾപ്പെട്ടിരുന്നു. നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങണം, അതിന് മറ്റാരും വരില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം എന്ന മികച്ച മാതൃകയല്ലേ ഇതിലൂടെ നമ്മുടെ പണ്ഡിറ്റ് സൃഷ്ടിച്ചത്? ഇങ്ങനെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങണം. നെഹ്റു ഇതേ ചെയ്തുള്ളൂ. അദ്ദേഹത്തിന് വേണ്ട അവാർഡ് അദ്ദേഹം ചോദിച്ചു വാങ്ങി. ശരിക്കും നാം സന്തോഷിക്കണം, ശരിക്കും.